നീ എന്നോടൊപ്പം പ്രവചിക്കാൻ റെഡിയാണോ? ആമേൻ. ശൂന്യതയാണെങ്കിൽ നീ പ്രവചിക്കാൻ തയ്യാറാണോ? ഒന്നുമില്ലെങ്കിൽ നീ പ്രവചിക്കാൻ തയ്യാറാണോ? അവിടെ ആ പ്രവാചകൻ ആ ദൈവശബ്ദത്തോട് ചേർന്ന് നിന്നു. ഇന്ന് പകലിൽ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ആമേൻ. ശൂന്യതയുടെ നടുവിലാണെങ്കിലും ദൈവം പറയുന്നതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ, ദൈവം പറയുന്നതിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ, അതിൽ തന്നെ സ്റ്റാൻഡ് ചെയ്യുവാൻ നീ തയ്യാറാണെങ്കിൽ അതിനകത്ത് വലിയ മഹത്വം. പ്രവാചകൻ സ്ട്രഗിൾ അനുഭവിക്കുകയാണ്. ആമേൻ. താൻ നോക്കുമ്പോൾ അസാധ്യങ്ങളുടെ അസാധ്യമാണ് കിടക്കുന്നേ. പക്ഷേ അവിടെ ദൈവം പറഞ്ഞത് ആമേൻ താൻ കേൾക്കാൻ റെഡിയായി. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. യഹോവയുടെ ആത്മാവ് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിട്ടും ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്നിട്ടും ദൈവത്തിൻ്റെ അസാധാരണമായ സാന്നിധ്യം തന്നോട് കൂടെ ഇരുന്നിട്ടും ആമേൻ ദൈവം തന്നോട് സംസാരിച്ചിട്ടും ആ നിമിഷം താൻ ഒന്നും മിണ്ടാൻ കഴിയാതെ വണ്ണം ഞെരുങ്ങി സ്ട്രഗിൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ദൈവം പറഞ്ഞു, മോനെ നീ ഇന്ന കാര്യങ്ങൾ സംസാരിക്കാം. ഹല്ലേലൂയ. ഇന്നത് നീ പറ. ഇത് പറഞ്ഞത് കേട്ട് പ്രവാചകൻ അവൻ തിരികെ മടങ്ങിപ്പോവുകയല്ല. പ്രവാചകൻ കേട്ട ദൈവ ശബ്ദത്തോട് പ്രതികരിക്കാൻ തയ്യാറായി. പ്രവാചകൻ തൻ്റെ മൈൻഡ് സെറ്റിനെ അങ്ങ് പൊളിച്ചിട്ട് ദൈവിക മൈൻഡ് സെറ്റിനകത്തേക്ക് കണക്റ്റായിട്ട് ഉടനെ ദൈവം പറയുന്നത് പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ താൻ കാണുന്ന കാഴ്ച ഇതുവരെ മറ്റാരും കാണാത്തത്, ഇതുവരെ മറ്റാർക്കും ഉണ്ടാകാത്ത വ്യത്യസ്തമായ ഒരനുഭവം പ്രവാചകൻ ഉണ്ടാവുകയാണ്. പ്രവാചകൻ അവിടെ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ? പ്രവാചകൻ കാണുന്ന കാഴ്ച ഇതാണ്. ആമേൻ. ആദിയിൽ ദൈവം കണ്ടത്, ആദിയിൽ ദൂതന്മാർ മാത്രം കണ്ട മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ മറ്റാരും കാണാതിരുന്നപ്പോ യെഹെസ്കേൽ പ്രവാചകൻ ദൈവ ശബ്ദത്തോട് ചേർന്ന് അസാധ്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രവചിക്കാൻ റെഡിയായപ്പോൾ മറ്റാരും കാണാത്തത്, മറ്റാർക്കും അനുഭവിക്കാൻ കഴിയാത്ത വ്യത്യസ്തമായത് നീ കാണാനും നീ കേൾക്കാനും നീ അനുഭവിക്കാനും പോവുകയാണ്. ദാനിയേൽ പ്രവാചകൻ കണ്ടിട്ടില്ല, യിരെമ്യാവോ യെശയ്യാവോ കണ്ടിട്ടില്ല, ദാവീദ് കണ്ടിട്ടില്ല. ഇവരാരും കാണാത്ത ഒരു കാഴ്ച അസാധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോഴും തൻ്റെ മൈൻഡ് കൊണ്ട് അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ അതിൻ്റെ നടുവിൽ ദൈവം പറഞ്ഞതിനോടൊപ്പം സ്റ്റാൻഡ് ചെയ്യാൻ തയ്യാറായപ്പോൾ അവൻ മറ്റാരും കാണാത്ത ഒരു കാഴ്ച, ആദിയിൽ ദൈവം കണ്ടത് ദൂതന്മാർ മാത്രം കണ്ട മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ യെഹെസ്കേൽ പ്രവാചകൻ നേരിട്ട് കാണുകയാണ്. ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാരോട് പ്രവചിക്കുകയാണ്, ഈ നാളുകളിൽ നിന്റെ മുമ്പിൽ അസാധ്യങ്ങളായിരിക്കാം, നിന്റെ മുമ്പിൽ യാതൊരു സാധ്യതകളില്ലായിരിക്കാം. എന്നാൽ ദൈവം പറയുന്നതിനോടൊപ്പം ചേർന്ന് നിൽക്കുക, ദൈവം പറയുന്നതിനോടൊപ്പം സ്റ്റാൻഡ് ചെയ്യുക. ഇതുവരെ ഒരു മനുഷ്യനും കാണാത്ത അസാധാരണമായത് നീ കാണാൻ പോവുകയാണ്. പ്രവാചകനെ നിന്നെ എന്തിനാ കൊണ്ടുവന്നത്? പ്രവചിച്ച കഴുതയെ കൊണ്ടുവന്ന പോരെ? ഇല്ല ഇല്ല ഇല്ല, പ്രവചിച്ച കഴുതയെ വേണ്ട. അവൻ ഇവിടെ നിന്റെ മേലൊരു നിയോഗമുണ്ട്. അവൻ പ്രവചിച്ച കഴുതയെ കൊണ്ട് അവൻ ഹല്ലേലൂയ ഈ അസ്ഥികളെ ജീവിപ്പിക്കാൻ എനിക്ക് പദ്ധതിയില്ല. യെഹെസ്കേലേ, നിന്നെ കൊണ്ട് എനിക്കൊരു പദ്ധതിയുണ്ട്. എന്തിനാ നിന്നെ ശൂന്യതയുടെ നടുവിൽ കൊണ്ടുവന്നിട്ടേക്കുന്നത്? ജീവനില്ലാത്തതിന്റെ നടുവിൽ കൊണ്ടുവന്നിട്ടേക്കുന്നതാ. എന്തിനാരും ഇല്ലാത്തടത്ത് കൊണ്ടിട്ടേക്കുന്നത്? ഒറ്റ ഒരു കാര്യമുണ്ട്, ചിതറി കിടക്കുന്നതിനെ ഒന്നാക്കി ചേർക്കണമെങ്കിൽ, അസ്ഥി അസ്ഥിയോട് വന്നു ചേരണമെങ്കിൽ, അവൻ ഞരമ്പ് ഞരമ്പിനോട് വന്നു ചേരണമെങ്കിൽ, തൊക്ക് പൊതിഞ്ഞ് അതൊരു ജീവനുള്ള ശരീരമായി പ്രവാചകനെ നിന്നെ കൊണ്ടേ അത് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആരെങ്കിലും കൊണ്ടുവന്ന് എനിക്കത് ചെയ്യാൻ പ്ലാൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ അവൻ എവിടെങ്കിലും വന്നാൽ അവൻ ശൂന്യതയാണെങ്കിലും ശൂന്യതയെ നിറവിലേക്ക് തിരിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അസാധ്യമെന്ന് പറഞ്ഞ ഇടത്താണെങ്കിലും അത് സാധ്യതയിലേക്ക് തിരിക്കുവാൻ ദൈവത്തിന് പ്രവാചകനിൽ കൂടെ പദ്ധതിയുണ്ട്. നിന്റെ മേലൊരു പ്രവാചക അഭിഷേകമുണ്ടോ? നിന്റെ മേലൊരു പ്രവാചക അധികാരം ഇട്ടിട്ടുണ്ടോ? നിന്റെ മേൽ പ്രവാചക അധികാരം കിടക്കുമ്പോ നീ ഒരു മനുഷ്യനായിരിക്കാം,
പക്ഷെ നിന്റെ മേൽ വീണിരിക്കുന്ന അഭിഷേകം അത് മാനുഷികമല്ല, അത് ആത്മീകമാണ്, അത് സ്വർഗീയമാണ്. ഒരു നിമിഷം താൻ സ്ട്രഗിൾ അനുഭവിച്ചു, പക്ഷെ അടുത്ത നിമിഷം തൻ്റെ ചിന്തയ്ക്കനുസരിച്ച് താൻ പോയില്ല, തൻ്റെ ഐഡിയയ്ക്കനുസരിച്ച് പോയില്ല, തൻ്റെ മനസ്സെന്തു പറഞ്ഞു അതിനനുസരിച്ച് പോയില്ല. പകരം ദൈവം പറഞ്ഞതിനോട് അവൻ തൻ്റെ മനസ്സിനെ ഒന്ന് ഓവർകം ചെയ്ത്, അതിനെ ഒന്ന് മറികടന്നുകൊണ്ട്, അവൻ്റെ ചിന്തകളെ മറികടന്നുകൊണ്ട്, അവൻ്റെ പദ്ധതികളെ മറികടന്നുകൊണ്ട് അവൻ ദൈവം എന്തു പറഞ്ഞു അതിനോട് ചേർന്ന് സ്റ്റാൻഡ് ചെയ്തപ്പോൾ അവൻ ഇന്ന് പകലിൽ ആത്മാവ് വിളിച്ചു പറയുന്നു, അഭിഷക്തന്മാരെ, ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് എന്താ സാധ്യമാണെങ്കിലും അവൻ നിങ്ങൾ ദൈവം പറയുന്നതിനോട് സ്റ്റാൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്റെ ശൂന്യതകൾ മാറാൻ പോവുകയാണ്, നിന്റെ അസാധ്യതകൾ മാറാൻ പോവുകയാണ്. പ്രവാചകൻ പ്രവചിച്ചു കഴിഞ്ഞു. ആമേൻ. പ്രവാചകൻ പ്രവചിച്ചു. ഇന്നുവരെ യെഹെസ്കേൽ പ്രവാചകന്റെ മേൽ കിടന്ന ശുശ്രൂഷയുടെ പ്രത്യേകത, യെഹെസ്കേൽ പ്രവാചകൻ കാലങ്ങൾക്കപ്പുറം നടക്കേണ്ട ആമേൻ കാര്യങ്ങളെ കുറിച്ചാ പ്രവചിക്കുന്നത്. ആമേൻ. അങ്ങനെ പ്രവചിച്ചു കൊണ്ടിരുന്ന പ്രവാചകന് ആമേൻ ദൈവം പറഞ്ഞു, ഇപ്പോൾ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ ആമേൻ തൻ്റെ ശുശ്രൂഷ കാലങ്ങൾക്കപ്പുറം നടക്കേണ്ടതിനെ കുറിച്ച് പ്രവചിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ തനിക്കത് പിടിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവം ആമേൻ തന്നെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, നിന്റെ ശുശ്രൂഷയെ ഞാനൊന്ന് തിരിക്കുകയാണ്, നിന്റെ ശുശ്രൂഷയെ ഞാൻ തിരിക്കുകയാണ്. ഇന്നു മുതൽ നീ പ്രവചിക്കുമ്പോൾ അവൻ കാലങ്ങൾക്കപ്പുറമല്ല നടക്കാൻ പോകുന്നത്, ഇൻസ്റ്റന്റായി ചിലത്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് സഭകളോട്, അഭിഷക്തന്മാരോട്, ദൈവജനത്തോട് പ്രവചിക്കുകയാണ്, നീ കാലങ്ങൾക്കപ്പുറമല്ല, ഇൻസ്റ്റന്റായി ചിലത് നീ കാണാൻ പോവുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാലങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് ആമേൻ അസാധ്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന ചില ഭവനങ്ങളുടെ അന്തരീക്ഷങ്ങളെ സ്വർഗം തിരിക്കുകയാണ്. നിന്റെ ശുശ്രൂഷകളെ സ്വർഗം തിരിക്കുകയാണ്. ചില സെറ്റിൽമെന്റുകൾ ഉണ്ടാകാൻ പോവുകയാണ്, ഡിവൈൻ സെറ്റിൽമെന്റുകൾ ഉണ്ടാകാൻ പോവുകയാണ്. കാലങ്ങൾ കൊണ്ട് നീ ഞെരുങ്ങുന്ന ഞെരുക്കത്തിനകത്തു നിന്ന്, നിന്നെ ചിതറിച്ചു കളഞ്ഞ മേഖലയിൽ നിന്ന് സ്വർഗം നിന്നെ അവൻ ചേർത്ത് കൂട്ടിച്ചേർക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് പ്രവചിക്കുകയാണ്. അവൻ പ്രവാചകന്റെ കണ്ണിലും ലോകത്തിന്റെ കണ്ണിലും അത് ഉണങ്ങി വരണ്ട് കിടക്കുന്ന അസ്ഥികളാണ്. പക്ഷേ ദൈവം പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയുകയാ, ഉണങ്ങിയ അസ്ഥികളെ ഈ വചനം കേൾപ്പി. ഈ വചനം എങ്ങനെയാ ഉണങ്ങി വരണ്ട് കിടക്കുന്ന അസ്ഥികൾ കേൾക്കുന്നത്? ഹല്ലേലൂയ. ജീവനുള്ളതല്ലേ കേൾക്കുള്ളൂ, പക്ഷെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന അസ്ഥികൾ എങ്ങനെയാ കേട്ടത്? നീ പ്രവാചകനാണോ? നീ പറഞ്ഞാൽ ഉണങ്ങിയ അസ്ഥികളും കേൾക്കും. ഹല്ലേലൂയ. അത് ഏത് അസാധ്യമാണെങ്കിലും, എത്ര കാലങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും നിന്റെ മേൽ കടക്കുന്ന പ്രവാചക അധികാരത്തിന് കാലങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ചിലരോട് ആത്മാവ് പ്രവചിക്കുകയാണ്. നിനക്ക് ചിലപ്പം അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ലായിരിക്കാം, നിനക്ക് മാനുഷികമായി ഒന്ന് കേൾക്കുവാൻ സ്വീകരിപ്പാനുള്ള കഴിവോ ശക്തിയോ ആവതില്ലായിരിക്കാം. എന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ പ്രവചിക്കുകയാണ്, നിനക്കാവതില്ലെങ്കിലും അവൻ ഇവിടെ നിന്ന് പറയുന്ന ദൈവവചനത്തിന് നീ കേട്ടില്ലെങ്കിലും, കഴിഞ്ഞില്ലെങ്കിലും അവൻ നിന്റെ ശക്തിയുണ്ട്. കാലങ്ങൾ കൊണ്ട് കിടക്കുന്ന ചിലത് ഇന്ന് പകലിൽ, ഈ നിമിഷം അത് സെറ്റിലാകട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ദാരിദ്ര്യങ്ങൾ പൊട്ടിമാറട്ടെ, നിരാശകൾ വിട്ടുമാറട്ടെ, ഒതുക്കപ്പെടലുകൾ തീർന്നു വരട്ടെ. പ്രവാചകനെ, പ്രവാചകിയെ, നിന്റെ മൈൻഡ് സെറ്റ് പൊളിച്ചിട്ട്
ദൈവം പറയുന്നതിനോടൊപ്പം സ്റ്റാൻഡ് ചെയ്യ. ദൈവം പറയുന്നതിനോടൊപ്പം സ്റ്റാൻഡ് ചെയ്യ. അങ്ങനെയെങ്കിൽ ഉണങ്ങിയ അസ്ഥികളാണെങ്കിലും കാലങ്ങൾ കൊണ്ട് ദ്രവിച്ചു കിടക്കുന്നതാണെങ്കിലും അവൻ നീ പറയുന്നത് അത് കേൾക്കുമെന്ന്. അവൻ കൂടിച്ചേരേണ്ടത് കൂടിച്ചേരട്ടെ. ചിതറിച്ചു കളഞ്ഞ മേഖലയിൽ നിന്ന് അത് വന്നു ചേരട്ടെ. അത് കൂടിച്ചേരട്ടെ. അത് ഒന്നായി തീരട്ടെ. അതൊരു ശരീരമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മിനിസ്ട്രിയെ തകർത്തു കളഞ്ഞെങ്കിൽ, നിന്റെ കുടുംബജീവിതത്തെ തകർത്തു കളഞ്ഞെങ്കിൽ, നിന്റെ ആരോഗ്യത്തെ തകർത്തു കളഞ്ഞെങ്കിൽ, നിന്റെ സമ്പത്തിനെ തകർത്തു കളഞ്ഞെങ്കിൽ, ഈ പകലിൽ ആത്മാവിൽ പ്രവചിക്കുകയാണ് അത് വന്നു ചേരട്ടെ. അത് കൂട്ടിച്ചേരട്ടെ. അഭിഷക്തനെ നിന്റെ ശുശ്രൂഷ ചെയ്യാവുകയാണ്. പ്രവാചകനെ നിന്റെ ശുശ്രൂഷ തിരിയുകയാണ്. പ്രവാചകിയെ നിന്റെ ശുശ്രൂഷ തിരിയുകയാണ്. ഇന്ന് പകലിൽ നിന്റെ മൈൻഡ് സെറ്റ് പഠിക്കാൻ ദൈവിക ഇടപെടലിലേക്ക് കടക്കാക. ദൈവം പറയുന്നതിലേക്ക് കടക്കാക. അങ്ങനെയെങ്കിൽ നിന്റെ ശുശ്രൂഷ തിരിയപ്പെടാൻ പോവുകയാണ്. അവൻ പ്രവാചകൻ പ്രവചിച്ചു. അവൻ അസ്ഥിയോട് വന്നു ചേർന്നു. അവൻ ചിതറിക്കിടന്ന അസ്ഥിയോട് വന്നു ചേർന്നു. അവൻ ഇതുവരെ ഇല്ലാതിരുന്ന മാംസവും ഞരമ്പും വന്നു ചേർന്നെന്ന്. ചിതറിക്കടന്നത് മാത്രമല്ല വന്നു ചേരുന്നത്, ഇതുവരെ നിന്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന നന്മകൾ, ഇതുവരെ നിന്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയത് ഇന്ന് പകലിൽ സ്വർഗം അത് തിരികെ വരുത്തുകയാണ്. ചിലത് റീക്രിയേറ്റ് ആവുകയാണ്, ചിലത് റീസ്റ്റോർ ആവുകയാണ്. നിന്റെ ഒഴുകിപ്പോയില്ലേ, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ, അത് റെസ്റ്റോർ ആവുകയാണ്. അത് റീക്രിയേറ്റ് ആവുകയാണ്. ആത്മാവ് ഇതിനെ സ്വീകരിച്ചോ. ഇന്ന് പകലിൽ ചില റെസ്റ്റോറേഷനുകൾ, റീക്രിയേഷനുകൾ ഇന്ന് പകലിൽ അത് സംഭവിക്കുകയാണ്. പ്രവചിക്കുകയാണ്. എന്റെ സാഹചര്യങ്ങൾക്കപ്പുറം, ഞാൻ കണ്ട സാഹചര്യങ്ങൾക്കപ്പുറം, ഞാൻ കേട്ട സാഹചര്യങ്ങൾക്കപ്പുറം ദൈവം പറയുന്നത് ഞാൻ പ്രവചിക്കുകയാണ്. ഈ പകലിൽ കൂടിച്ചേരേണ്ടത് കൂടിച്ചേരും. ഇതുവരെ ഇല്ലാതിരുന്നത് ഊളവായി വരും. അടുത്ത വചനം പറയുകയാണ്, വന്നു ചേരേണ്ട അസ്ഥികൾ വന്നു ചേർന്നു. ജീർണിച്ചു പോയതും ഇല്ലാതായി പോയതുമായ ത്വക്കും ശരീരവും നരമ്പും എല്ലാം എന്ത് ചെയ്തു? അത് ഉണ്ടായി വന്നു. ഒറ്റ പ്രവചനത്തിനകത്ത് വിശ്വസിക്കാൻ കഴിയുമോ? ഉണങ്ങി വരണ്ട് കിടന്ന, കാലങ്ങൾ കൊണ്ട് ചിതറിക്കിടന്നതും, ചിതറിക്കിടന്നതും ഉണങ്ങി വരണ്ടതും ഇനി ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞതിനോട് ദൈവം പറഞ്ഞത് കേട്ട് ഒറ്റ പ്രവചനം പ്രവചിച്ചോളൂ. ഹല്ലേലൂയ. നമ്മുടെ ലൈവ് തിരിയാൻ ഒറ്റ പ്രവചനം മതി. ദൈവം പറയുന്ന ആ വേർഡ് ഒന്ന് പ്രവചിക്കുന്ന നിമിഷം തന്നെ ലൈവ് തിരിയും. അത് എത്ര ഉണങ്ങി വരേണ്ടതാകട്ടെ, എത്ര തീർന്നെന്ന് പറഞ്ഞതാകട്ടെ, ഇനി എത്ര അസാധ്യമെന്ന് പറഞ്ഞതാകട്ടെ, ഒറ്റ പ്രവചനത്തിനകത്ത് സ്വർഗം അതിനെ റീക്രിയേറ്റ് ചെയ്യും, അതിനെ റെസ്റ്റോർ ചെയ്യും. പ്രവചിച്ചു. ത്വക്ക്, മാംസം, ഞരമ്പുകൾ ഒരു ശരീരമായി വന്നു ചേർന്നു. ഹല്ലേലൂയ. എന്നാൽ അടുത്ത വചനത്തിൽ കാണുന്നു, ആ ശരീരത്തിൽ ജീവനില്ലായിരുന്നു. ഹല്ലേലൂയ. ജീവനില്ലായിരുന്നു. അടുത്തത് ദൈവം വീണ്ടും പ്രവാചകനോട് പറയാ, പ്രവാചകനെ നീ പ്രവചിക്ക. ആരോടാ പ്രവചിക്കേണ്ടതെന്നറിയാമോ? ആരോടാ? കാറ്റിനോട്. അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷനിൽ പറയുന്നത് കാറ്റിനോടെന്നല്ല, ആത്മാവിനോട് പ്രവചിക്കാൻ. ജീവൻ തരുന്ന ദൈവത്തിന്റെ ആത്മാവിനോട് നീ പ്രവചിച്ചാൽ, ദൈവാത്മാവിനെ ഞാൻ ഈ നിഹതന്മാരുടെ മേൽ നീ പ്രവചിച്ചാൽ ഞാൻ ചലിക്കുള്ളെന്ന്. പ്രവാചകനെ നീ പ്രവചിച്ചാൽ മാത്രമേ ഞാൻ ചലിക്കൂ. നീ കാറ്റിനോട് പ്രവചിക്ക. നിഹതന്മാരുടെ മേൽ. ആരാ നിഹതൻ എന്ന് പറഞ്ഞ? അതിന്റെ അർത്ഥം എന്തുവാ? എന്താ നിഹതൻ എന്ന് പറഞ്ഞ? അതിന്റെ അർത്ഥം കൊല്ലപ്പെട്ടവർ. പ്രവചിച്ചു. ചിതറിക്കിടന്നതും ഉണങ്ങി വരണ്ടതുമായ അസ്ഥികൾ എന്ത് ചെയ്തു? വന്നു ചേർന്നു. അസ്ഥിയോട് ചേർന്നു. ഞരമ്പ് വന്നു, മാംസം വന്നു, ത്വക്ക് പൊതിഞ്ഞു,
അത് ശരീരമായി കിടക്കും. അവരുടെ മേൽ കിടക്കുന്ന ലേബൽ എന്താ? മരിച്ചവരെന്നല്ല, കൊല്ലപ്പെട്ടവർ, കൊന്നുകളയപ്പെട്ടവർ. ആമേൻ. കഴിഞ്ഞ സീസണിൽ പൈശാചിക മണ്ഡലം കൊന്നു കളഞ്ഞവർ. ഇത്രയും വന്നു ചേർന്നിട്ടും റീക്രിയേഷൻ നടന്നിട്ടും റെസ്റ്റോറേഷൻ നടന്നിട്ടും അവരുടെ മേൽ കിടക്കുന്ന പേരെന്താ? കൊല്ലപ്പെട്ടവർ. ഇന്ന് നിന്റെ ലേബൽ ചേഞ്ച് ആയില്ലേ? എന്ന പ്രവാചകനെ ഒന്ന് പ്രവചിച്ചു നോക്ക. അവന്റെ മേൽ കാറ്റിനോട് പ്രവചിക്ക, ആത്മാവിനോട് പ്രവചിക്ക. ആത്മാവ് ന്യൂമയായിട്ട്, കാറ്റായിട്ട് അവന്റെ മേൽ വീശിക്കഴിഞ്ഞാൽ അവന്റെ ലേബല് മാറും. നിഹതനെന്നും കൊല്ലപ്പെട്ടവനുമെന്നുള്ള പേരുകൾ മാറിയിട്ട് അവന്റെ പേർ സൈന്യമെന്നാകും. സഭയെ, നിന്റെ പേര് സൈന്യമെന്ന. എന്ന കഴിഞ്ഞ സീസണിൽ പൈശാചിക മണ്ഡലം മോഷ്ടിച്ചും അറുത്തും മുടിച്ചും നിന്നെ കൊല്ലപ്പെട്ടവനെന്ന ലേബൽ എഴുതിയെങ്കിൽ നിന്നെ സൈന്യമാക്കുക. നിന്റെ മുകളിൽ ഇനിയും തകർക്കപ്പെട്ടവനെന്നോ ശാപമെന്നോ തീർന്നെന്നോ കൊല്ലപ്പെട്ടവനെന്നോ ലേബലിൽ ഇരിക്കുവാനല്ല. ഇന്ന് പകലിൽ പ്രവാചകനെ ശൂന്യതയുടെ നടുവിൽ കൊണ്ട് നിർത്തിയേക്കെന്നറിയാമോ? നീ കാണാത്ത, ഞാൻ മുന്നമേ കണ്ടതും തിരഞ്ഞെടുത്തതുമായ ഒരു സൈന്യമുണ്ട്. എന്നാൽ കഴിഞ്ഞ സീസണിൽ പൈശാചിക മണ്ഡലം ഈ സൈന്യത്തെ അവൻ കൊന്നുകളഞ്ഞിട്ടാ, അവരുടെ ശരീരത്തെ ജീർണിപ്പിച്ചു കളഞ്ഞിട്ടാ, കാലങ്ങൾ കൊണ്ട് അസ്ഥികളെ വേർപിടിപ്പിച്ച് ചിതറിച്ചു കളഞ്ഞിട്ടാ, ഉണങ്ങിയ അസ്ഥികൾ എന്ന് മാത്രം പേരിട്ടുകൊണ്ട ഒരു താഴ്വരയ്ക്കകത്ത് ഒതുക്കിയെന്ന് ഇന്ന് രാത്രി കൊണ്ട് നിന്റെ താഴ്വരയുടെ വലിയ സാഹചര്യത്തിനകത്ത് നിന്ന് എന്തിനാ പ്രവാചകനെ നിന്നെ കൊണ്ടുവന്നത്? ഉണങ്ങിയ അസ്ഥികളെ കണ്ട് തിരികെ പോകുവാനല്ല, പിശാച് തകർത്തു കളഞ്ഞ കൊല്ലപ്പെട്ടവരെന്ന പേരെഴുതി വെച്ച ചിതറിപ്പോയ എന്റെ സൈന്യം ഈ താഴ്വരയിലുണ്ട്, ഈ ദേശത്തിലുണ്ട്. അവരെ നോക്കി പ്രവചിച്ച് അവരെ ഒരു സൈന്യമാക്കണം.